ഓണാവധിക്ക് നാട്ടിലെത്താൻ മലയാളികൾക്ക് ട്രെയിൻ ടിക്കറ്റ് ഇല്ല. അവധിക്കാല ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പണായ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എല്ലാ ടിക്കറ്റുകളും ബുക്കായി. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ ടിക്കറ്റുകൾ ലഭിക്കാനില്ല. ഓണം പ്രമാണിച്ച് അധിക സർവീസുകൾ അനുവദിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. അശ്വനാഥ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. അശ്വിനെ, ഓണം ഇങ്ങെത്താൻ ഇനി ഏതാണ്ട് കഷ്ടിച്ച് 2 മാസങ്ങളൊക്കെ ബാക്കിയുള്ളൂ. അവധിക്കാലം അപ്പോഴേക്കും തുടങ്ങും. ഈ ബംഗളൂരുവിൽ നിന്നുള്ള മലയാളികളൊക്കെ കേരളത്തിലേക്ക് ഇനി എങ്ങനെ എത്തുമെന്നതിൻ്റെ ആശങ്കയാകും. വലിയ തോതിൽ ആശങ്കയുണ്ട്. ഇപ്പോൾ പകരം കൂടുതൽ സർവീസുകളൊക്കെ വന്നാൽ മാത്രമാണല്ലോ ഈ പ്രതിസന്ധി പരിഹരിക്കാനാവുക. അതെ അരുണ്യ, ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിനുകളുടെ ടിക്കറ്റാണ് നിലവിൽ ലഭ്യമല്ലാത്തൊരു സാഹചര്യമുള്ളത്. ഓണം ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ് ഓണം. അതിനോട് തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ചയാണ് ഓണമെങ്കിൽ അതിനോട് തൊട്ട് മുൻപുള്ള വെള്ളിയാഴ്ചയിലെയും ശനിയാഴ്ചയിലും ടിക്കറ്റുകളാണ് ലഭ്യമല്ലാതിരിക്കുന്നത്. 22-ാം തീയതിയിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് രാവിലെയാണ് ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ടിക്കറ്റ് തീരുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഈ നിലവിൽ വന്ദേ ഭാരത് ട്രെയിനുകളിൽ മാത്രമാണ് ടിക്കറ്റ് നിലവിലുള്ളത്. അത് എത്രത്തോളം ആളുകൾ അത് എടുക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ്, അതുപോലെ ഐലാൻഡ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിലെ ടിക്കറ്റുകളാണ് ലഭ്യമല്ലാത്തൊരു സാഹചര്യമുള്ളത്. കൂടുതൽ ട്രെയിനുകൾ ഏർപ്പെടുത്തണമെന്നും സ്പെഷ്യൽ ട്രെയിനുകൾ ഏർപ്പെടുത്തണമെന്നുമാണ് വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ യാത്രക്കാരുടെയും ആവശ്യം. കഴിഞ്ഞ ഉത്സവ സീസണിലെല്ലാം തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് ബാംഗ്ലൂരിൽ നിന്നും സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്തിയത്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിൽ നിന്നൊന്നും തിരക്കുകളൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ബാംഗ്ലൂരിൽ നിന്നുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണവുമായി ബന്ധപ്പെട്ടുള്ളത്. അരുണ്യ, എസ് അശ്വനാഥാണ് വിശദാംശങ്ങൾ നൽകിയതിന്. ഇപ്പോൾ ബംഗളൂരുവിലെ മലയാളികളൊക്കെ ഓണസമയത്ത് കേരളത്തിലേക്ക് അവധി ആഘോഷിക്കാൻ എങ്ങനെ എത്തും? ട്രെയിനാണ് ഏക മാർഗം പലർക്കും. അപ്പോൾ കൂടുതൽ സർവീസുകൾ അനുവദിക്കണമെന്നാണ് വിവിധ സംഘടനകളും ആവശ്യപ്പെടുന്നത്.